ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ കുറഞ്ഞ സമയം മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധത്തെ പറ്റിയിട്ടാണ്. ആംഗ്ലോ സാൻസിബാർ യുദ്ധം. സാൻസിബാർ എന്ന് പറയുന്നത് ടാൻസനിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തീരത്തുള്ളൊരു ദ്വീപാണ്. 1698 മുതൽ തന്നെ ഈ ഐലൻഡ് ഒമാന്റെ കൺട്രോളിലായിരുന്നു എന്ന് മനസ്സിലാക്കുക. 1858 സുൽത്താൻ മജീദ് ബിൻ സെയ്ദ് സാൻസിബാറിനെ ഒമാനിൽ നിന്ന് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ നീക്കത്തെ ബ്രിട്ടീഷ് എംപയറും അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1890 ഹെലിഗോലാൻഡ് സാൻസിബാർ ട്രീറ്റി സൈൻ ചെയ്യാണ്. ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത് ബ്രിട്ടീഷും ജർമ്മനിയും തമ്മിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സാൻസിബാറിനെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുമ്പോൾ സാൻസിബാർ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് എംപയറിലേക്ക് അനക്സ് ചെയ്യാതെ അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു ക്ലോസ് കൂടി, ഈ ട്രീറ്റിയിൽ വേറൊരു കാര്യം കൂടെ ബ്രിട്ടീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സാൻസിബാറിന് ഓരോ സുൽത്താൻമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോഴും അതിന് ബ്രിട്ടീഷുകാരെ അപ്രൂവൽ അത്യാവശ്യമാണ് എന്നുള്ളത്. ഇങ്ങനെ ബ്രിട്ടീഷുകാരെ അപ്രൂവലോട് കൂടിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സുൽത്താൻമാരും, സാൻസിബാറിന്റെ എല്ലാ സുൽത്താൻമാരും പ്രോ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ പപ്പറ്റുകളായിരുന്നു, ബ്രിട്ടീഷേഴ്സിന്റെ പപ്പറ്റുകളായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ 1893 ഹാമിദ് ബിൻ തുവൈനി എന്ന് പറയുന്ന ഒരു പ്രോ ബ്രിട്ടീഷറെ സാൻസിബാറിന്റെ സുൽത്താനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം 3 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ. ഓഗസ്റ്റ് 25, 1896 അദ്ദേഹം തന്റെ 39ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഹമദിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ 29 വയസ്സുള്ള നെഫ്യൂ, അതായത് അനന്തരവൻ ഖാലിദ് ബിൻ ബർഗഷ് 1896 ഓഗസ്റ്റ് 25, അതായത് അദ്ദേഹം മരിച്ച അതേ ദിവസം തന്നെ സ്വയം സാൻസിബാറിന്റെ സുൽത്താനായി സ്ഥാനമേൽക്കുകയാണ്. നമുക്കറിയാം 1890 ട്രീറ്റി പ്രകാരം ഒരാൾക്ക് സാൻസിബാറിന്റെ സുൽത്താൻ ആവണമെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ അപ്രൂവൽ അത്യാവശ്യമായിരുന്നു. പക്ഷെ ഖാലിദിന്റെ പക്കൽ ബ്രിട്ടീഷേഴ്സിന്റെ അപ്രൂവൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖാലിദ് സുൽത്താൻ ആയതിനെ പറ്റിയിട്ട് ബ്രിട്ടീഷുകാരെ എതിർപ്പ് അറിയിക്കുകയും ഒരു അൾട്ടിമേറ്റം പുറപ്പെടുവിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാൻസിബാറിന്റെ സുൽത്താൻ സ്ഥാനം ഒഴിയണമെന്നുള്ള ബ്രിട്ടീഷേഴ്സിന്റെ ആവശ്യം ഖാലിദ് നിരസിക്കുകയാണ്. ഇതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായ ഒരു യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ 2800ഓളം വരുന്ന അദ്ദേഹത്തിന്റെ ആളുകളെ കൊണ്ട് അദ്ദേഹം കോട്ടയ്ക്ക് ചുറ്റും തനിക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം ഒരുക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഓഗസ്റ്റ് 27, 1896 സറണ്ടർ ആവാനുള്ള അവസാന അവസരവും ഖാലിദ് നഷ്ടപ്പെടുത്തുകയാണ്. അന്നേ ദിവസം 9 മണിക്ക് ബ്രിട്ടീഷുകാർ സാൻസിബാറിന്റെ തുറമുഖത്ത് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ ഒരുക്കി വെക്കുന്നുണ്ട്. 3 ക്രൂയിസറുകൾ, HMS ഫിലോമസ്, HMS റാക്കൂൺ, HMS സെന്റ് ജോർജ്, 2 ഗൺ ബോട്ടുകൾ, HMS ത്രഷും HMS പാരോയും, 150 നാവികരും 900ഓളം വരുന്ന ബ്രിട്ടീഷ് സൈനികരും അടങ്ങിയതായിരുന്നു അന്ന് അവിടെ വന്ന നാവിക സംഘം. അങ്ങനെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ ബോംബാക്രമണം ആരംഭിക്കുകയാണ്. കൊട്ടാരം കത്താനായിട്ട് ആരംഭിച്ചു. സാൻസിബാറിന്റെ ആളുകൾ അല്ലെങ്കിൽ അനുകൂലർ ഇതിനൊക്കെ എതിർത്തെങ്കിലും ഒന്നിനും സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി ഖാലിദ് ജർമ്മൻ കൺസുലേറ്റിൽ ഓടി രക്ഷപ്പെടുകയും ജർമ്മൻ കൺസുലേറ്റിൽ അഭയം തേടുകയും ചെയ്തു. അങ്ങനെ 9 മണിക്ക് തുടങ്ങിയ ആ യുദ്ധം 9:40 അല്ലെങ്കിൽ 46 ആയപ്പോഴേക്കും അവസാനിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 500 പേരാണെന്ന് സാൻസിബാറിന്റെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടത്. ബ്രിട്ടീഷിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു നാവികന് മാത്രമാണ് അപകടം പറ്റിയത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 27 ഓഗസ്റ്റ് 1896 അതേ ദിവസം തന്നെ ബ്രിട്ടീഷുകാർ ഒരു പ്രോ ബ്രിട്ടീഷറായിട്ടുള്ള ഹമൂദ് ബിൻ മുഹമ്മദിനെ സുൽത്താനായിട്ട്, സാൻസിബാറിന്റെ സുൽത്താനായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തുകയാണ്. ഇതാണ് 38 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ മാത്രം നീണ്ടുനിന്ന ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധം.